പതിവ് പോലെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്കെത്തിയ സ്നാഷ ഉറങ്ങിക്കിടക്കുന്ന മകളെയും തന്നെ കാത്തിരിക്കുന്ന ഭർത്താവിനെയും പ്രതീക്ഷിച്ചാണ് വീട്ടിലേക്കെത്തിയത്. എന്നാൽ രാത്രി 11:30-ക്ക് പൂട്ടിക്കിടക്കുന്ന വാതിൽ കണ്ട് പരിഭ്രാന്തയായി ഓടുകയായിരുന്നു. മകളും ഭർത്താവും എവിടെയാണെന്നറിയാതെ, ഈ പാതിരാത്രി രണ്ടുപേരും കൂടി എവിടേക്ക് പോയെന്നറിയാതെ ആശങ്കപ്പെട്ട സ്നാഷ ബന്ധുവീട്ടിലേക്ക് ഓടിയെത്തിയത് പാതിരാത്രിയാണ്. മണിക്കൂറുകളോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും മുന്നേ ഒന്നുകൂടി വീട്ടിൽ അന്വേഷിക്കാൻ പോയപ്പോഴാണ് മകളെയും ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ തനിക്ക് ചക്കരയുമ്മയും നൽകി ജോലിക്ക് പറഞ്ഞുവിട്ട മകളുടെ കിടപ്പ് കണ്ട് നെഞ്ചുപൊട്ടി കരയാൻ മാത്രമേ സ്നാഷയ്ക്ക് സാധിച്ചുള്ളൂ. മണിക്കൂറുകൾക്കിപ്പുറം നടപടികൾ പൂർത്തിയാക്കി മകളുടെയും ഭർത്താവിന്റെയും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഇവിടെ തന്നെ തനിച്ചു വിട്ടിട്ട് രണ്ടാളും കൂടി പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടമടക്കാനാകാതെ കരയുകയായിരുന്നു സ്നാഷ. സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു ആത്മഹത്യ ചെയ്ത പവിശങ്കർ. സ്നാഷ സെയിൽസ് ഗേളുമായിരുന്നു. ഇരുവർക്കും ഏക മകളാണ് വാസുകി. ജീവിതത്തിൽ അധികമൊന്നും മിച്ചം വയ്ക്കാനില്ലാത്ത ജോലിയാണ് ഇരുവർക്കുമെങ്കിലും വാടക വീട്ടിലെ ജീവിതവും മറ്റുമായി സന്തോഷകരമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇവർ. മകൾ തന്നെയായിരുന്നു അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് 33-കാരനായ പവിശങ്കറിന് ജോലി നഷ്ടമായത്. അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങുകയായിരുന്നു കുടുംബം.